ഇൻ്റഗ്രേഷനിൽ നിങ്ങൾ നിർബന്ധമായി ഓർത്തിരിക്കേണ്ട ഒരു 6 ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ വൃത്തിയായിട്ടത് പഠിക്കുക. അങ്ങനെ തന്നെ ഞാൻ പറയും. ഇത് ഒരെണ്ണം അതിലത്തെ. ഓക്കെ, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഒരെണ്ണേ ആയുള്ളൂ. ഇതുപോലത്തെ 5 എണ്ണം കൂടെ ഉണ്ട്. ഓക്കെ, കാര്യം സിമ്പിളാണ്. ഇങ്ങനെ മുകളിലൊരു ഡി എക്സ്, താഴെ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. മുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, മുകളിൽ ഒരു നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്പർ ഉണ്ടായി പുറത്തേക്ക് എടുക്കാമല്ലോ. എക്സോ അല്ലെങ്കിൽ എക്സ് സ്ക്വയറോ അല്ലെങ്കിൽ വേറെ ഏത് പോളിനോമിയലോ ഒന്നും പാടില്ല. അങ്ങനെ ഒരു മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഡിനോമിനേറ്ററിൽ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വരുമ്പോഴാണ് നിങ്ങളിത് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഡിനോമിനേറ്ററിൽ മാത്രം ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വരുമ്പോൾ ഇത് യൂസ് ചെയ്യണം. അപ്പോൾ താഴെ ഒരു എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നുള്ള ഫോമാറ്റിലാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുക. എ ഉള്ളിടത്തൊക്കെ എ കൊടുക്കുക. ഇനി എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിന് പകരം എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്യുക. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. മറ്റൊരു എക്സ് മൈനസ് എ എക്സ് പ്ലസ് എ അടുത്ത് ഇവിടെ തിരിച്ച്. ഓക്കെ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അങ്ങോട്ട് മാറി എന്നൊക്കെ ഉള്ളൂ. ഇനി എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് ഡിനോമിനേറ്ററിലെങ്കിൽ 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇത് ഓർത്ത് വയ്ക്കാൻ ഒരു വഴിയുണ്ട്. 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിരുന്നു. അല്ലെങ്കിൽ 1/1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രലാണ് ടാൻ ഇൻവേഴ്സ് എക്സ്. അതിൽ ചെറിയ ചേഞ്ച് അല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി റൂട്ട് വരുമ്പോൾ 1/√ എക്സ് സ്ക്വയർ മൈനസ് ഇതിൻ്റെയൊക്കെ റൂട്ടുകൾ, ഈ മൂന്നെണ്ണത്തിൻ്റെ റൂട്ട് വരുമ്പോൾ എന്താണെന്നുള്ളത് വൃത്തിയായി എഴുതി പഠിക്കുന്നത് ചെയ്യുക. ഇതിൽ ഓർത്ത് വയ്ക്കാൻ നല്ലത് 2 ലോഗ് ഉള്ളതാണ്. മൂന്നാമത്തെ ഒരു സൈൻ വേഴ്സ് എക്സ് ബൈ ആണ്. അപ്പോൾ ഈ സൈൻ വേഴ്സ് വരുന്ന ഓർത്ത് വയ്ക്കാൻ 1/√1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രലാണ് സൈൻ വേഴ്സ് എക്സ്. അപ്പോൾ അതിലൊരു എ കയറി വന്നു, 1ൻ്റെ സ്ഥാനത്ത് എ വന്നതല്ലേ. അപ്പോൾ സൈൻ വേഴ്സ് എക്സ് ബൈ എ. അപ്പോൾ 1/√ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആകുമ്പോൾ സൈൻ വേഴ്സ് എക്സ് ബൈ എ. മറ്റേ 2 ലോഗ് ഉണ്ടെന്ന് ഇത് വൃത്തിയായി ബൈ ഹാർട്ട് പഠിച്ച് വയ്ക്കുക. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ, നോക്കി നോക്കൂ, ഡിനോമിനേറ്ററിൽ മാത്രം ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, അതാണ് അടയാളം. ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്വയർ കംപ്ലീഷനാണ്. ഇത് ഈ എക്സ് സ്ക്വയർ മൈനസ് 6x നിങ്ങൾ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യണം. പ്ലസ് 13 തൽക്കാലം നിങ്ങൾ ഹൈഡ് ചെയ്യുക. എന്താ ചെയ്യേണ്ടത്, എക്സിൻ്റെ കോഷ്യൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ, അതായത് എക്സിൻ്റെ കോഷ്യൻ്റെ 6, ഹാഫിൻ്റെ സ്ക്വയർ 3 സ്ക്വയർ, അത് ആഡ് ചെയ്യും വേണം, സബ്ട്രാക്ട് ചെയ്യും വേണം. ഞാൻ 3 സ്ക്വയർ ആഡ് ചെയ്തിട്ടുണ്ട്, സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കുക, ഇത്രയും ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. ഇത്രയും ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x-3 ഹോൾ സ്ക്വയറാണ്. ബാക്കി നോക്കിയൊക്കെ -3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ -9 പ്ലസ് 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +4 ആണ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ 4 നമുക്ക് 2 സ്ക്വയർ ആയിട്ട് എഴുതാം. വേറെ ഒന്നിനല്ല, അതേ ഫസ്റ്റത്തെ ഫോമാറ്റാണ്, എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നുള്ള ഫോമാറ്റിൽ. ചിലപ്പോൾ എക്സ് ആയിട്ടാവില്ല, എക്സിൻ്റെ കൂടെ ഒരു നമ്പറൊക്കെ ഉണ്ടാവും, ഒന്നും നിങ്ങൾ വിഷയമാക്കണ്ട. x-3 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞു. എന്താ നമ്മുടെ ഫോമാറ്റ് വൃത്തിയായി പഠിച്ചു വയ്ക്കുക. എന്തായിരുന്നു, 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ബൈ, സോറി, ഇതേ അബദ്ധം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കുക, അതിന് ശ്രദ്ധിക്കുക. ഞാൻ ഫസ്റ്റത്തെ ഫോമാറ്റാണെന്നാണ് പറഞ്ഞത്, ഫസ്റ്റത്തെ അല്ല. നോക്കി നോക്കൂ, x-3 ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ല, എങ്ങനെയാണ് വന്നിട്ടുള്ള എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള ഫോമാറ്റാണത്. നമ്മുടെ മൂന്നാമത്തെ ഫോമാറ്റാണ്. 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ്. അപ്പോൾ എ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2ൻ്റെ അല്ലേ, 1 dx/എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ നമ്മൾ ജനറലായിട്ട് പഠിച്ചത്. അതിൽ എൻ്റെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ 1/a എന്ന് പറഞ്ഞാൽ 1/2 ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ ഒരു x-3 x+2 അങ്ങനെയൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ ഒരു ഫ്രാക്ഷനൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അതെന്താണോ അത് അങ്ങനെ തന്നെ എഴുതി വയ്ക്കുക, x-3/2. ഓക്കെ, ആകെ 4 സ്റ്റെപ്പേ ഉള്ളൂ. ആദ്യം സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുക, എന്നിട്ട് നമ്മൾ ജനറൽ ഫോമാറ്റിലൊന്ന് എഴുതുക, ഇക്വേഷൻ ഏതാണോ അത് അപ്ലൈ ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യനാണ് ഇത്. ഇതൊക്കെ പ്രീവിയസ് വന്നിട്ടുള്ള ഞാൻ സെലക്ട് ചെയ്ത് വെച്ചാണ്. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യനാണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസം നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. വെറും എക്സ് സ്ക്വയർ അല്ല, 3x സ്ക്വയർ ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ വേണം, ഫ്രാക്ഷൻ കയറി വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ സ്ക്വയർ കംപ്ലീഷൻ ആയിരുന്നു. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 പുറത്തെടുക്കുക എന്നുള്ളതാണ്. എക്സ് സ്ക്വയറിന് മാത്രം പുറത്തെടുത്താൽ പോരാ, എല്ലാത്തിനും എടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും 3 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 3x സ്ക്വയറിന് 3 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു എക്സ് സ്ക്വയർ ആയി പോകും. 13x പുറത്തെടുത്ത് കഴിഞ്ഞാൽ 13/3x, എല്ലാത്തിൻ്റെയും /3 കൊടുത്താൽ മതി, -10/3 ഇങ്ങനെ എഴുതുക. ഇതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഇനി 3 ഇവിടെ ഒരു 1/3 ആയിട്ട് ഇൻ്റഗ്രേഷനകത്തുണ്ടല്ലോ, അത് നമുക്ക് ഇൻ്റഗ്രേഷന് പുറത്തിടാം, അത് ലാസ്റ്റ് യൂസ് ചെയ്താൽ മതി. ഇനി അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ്. ഇത് നോക്കി നോക്കൂ, ഇത് എക്സ് സ്ക്വയർ 1x സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയർ കംപ്ലീഷൻ അപ്ലൈ ചെയ്യാം. എന്താ സ്ക്വയർ കംപ്ലീഷൻ അപ്ലൈ ചെയ്യേണ്ടത്, എക്സിൻ്റെ കോഷ്യൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ, എക്സിൻ്റെ കോഷ്യൻ്റെ 13/3, അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 13/6, ഹാഫാക്കാൻ ഡിനോമിനേറ്റർ ഇരട്ടിയാക്കിയാൽ മതി. 13/6ൻ്റെ സ്ക്വയറാണ് ആഡ് ചെയ്യേണ്ടതും സബ്ട്രാക്ട് ചെയ്യേണ്ടതും. അപ്പോൾ ഞാൻ 13/6ൻ്റെ സ്ക്വയർ ആഡ് ചെയ്തിട്ടുണ്ട്, സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് മാറ്റി എഴുതുക എങ്ങനെയാണ്, 1/3 പുറത്തുണ്ട് കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇതെന്താ എക്സ് പ്ലസ് 13/6. നിങ്ങൾ 13/6ൻ്റെ വാല്യൂ അടുത്ത സ്റ്റെപ്പിൽ കൊടുത്താൽ മതി. 13/6 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എക്സ് പ്ലസ് 13/6 ഹോൾ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതിക്കും, ഒന്നും മാറ്റാൻ നിൽക്കണ്ട. ഇനി മൈനസ് 13/6 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 169/36 മൈനസ് 10/3 അല്ലേ. ഓക്കെ, ഇനി എക്സ് പ്ലസ് 13/6 ഹോൾ സ്ക്വയർ അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇത് നമുക്കൊന്ന് ഫ്രാക്ഷൻ്റെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ -169/36 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 49/36 കിട്ടും. ജസ്റ്റ് അത് പറഞ്ഞു പോയി. ഓക്കെ, ഇനി അതിനൊരു സ്ക്വയർ ആയിട്ടും കൂടെ മാറ്റി എഴുതാം. 49/36 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയർ അല്ല 10 ആണ് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? √10ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. ഒരു സ്ക്വയറിൻ്റെ ഫോമാറ്റ് നമ്മുടെ ജനറൽ ഫോം നോക്കി നോക്കുന്നത് ഏതിൻ്റെ ആയിരുന്നു, എത്രാമത്തെ ആയിരുന്നത്? എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നുള്ള ഫോമാറ്റാണ്. അത് നമ്മുടെ ഫസ്റ്റത്തെയാണ്. നേരത്തെ തെറ്റിപ്പോയിരുന്നു. എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് a/x പ്ലസ് എ ഐഡൻറ്റിഫൈ ചെയ്യുക, എക്സും ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ സ്ഥാനത്ത് 7/6 ആണ്. അപ്പോൾ 1/3 കേട്ടോ, ഇൻ്റഗ്രേഷൻ്റെ പുറത്തുള്ള 1/3 ഇനി അവിടെ ഇരുന്നോട്ടെ. 1/2 ഇൻറ്റു എ എന്താണ് 7/6, 1/2a ലോഗ് മോഡ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് 13/6 ആണ്, മൈനസ് എ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 13/6 പ്ലസ് എ, അതായത് എക്സ് മൈനസ് a/x പ്ലസ് എ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഫ്രാക്ഷൻ്റെ ഓപ്പറേഷനാണ്, അതും കൂടെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. 13/6 മൈനസ് 7/6 ആണ്, ഇത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ 6/6 വരും, എക്സ് പ്ലസ് 1. ഇവിടെ അതേ ഫ്രാക്ഷൻ്റെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് 10/3 എന്ന് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് 3യും 2യും 6നോട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 1/7 ആക്കി മാറ്റി എഴുതും ചെയ്യാം. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ്. ഇനി ഇതന്നെ റൂട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നുള്ളത് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഇതേ സ്റ്റെപ്പുകൾ തന്നെ റൂട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ മാത്രം മാറ്റി കൊടുക്കുക. സ്റ്റെപ്പുകളൊക്കെ സെയിം. നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് സ്ക്വയർ കംപ്ലീഷൻ അപ്ലൈ ചെയ്യുക. റൂട്ട് അവിടെ ഇരുന്നോട്ടെ, റൂട്ട് എഴുതാൻ മറക്കണ്ട. എക്സ് സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ക്വസ്റ്റൻ 2, ഹാഫിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. ഓക്കെ, ഇനി ഇത്രയും ഭാഗത്തിൽ നമുക്ക് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. -1 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 സ്ക്വയർ. ഞാൻ 1 എന്ന് എഴുതിയാൽ 1 സ്ക്വയർ എന്ന് എഴുതിയത് ജനറൽ ഫോം കിട്ടാനാണ്. നോക്കി നോക്കൂ, 1/√ അല്ലെങ്കിൽ dx/√ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള ഫോമാറ്റിലാണ്. √(x² + a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും ലാസ്റ്റത്തെ അല്ലേ, ഇത് അപ്ലൈ ചെയ്യാം. ലോഗ് മോഡ് അല്ലേ, ലോഗ് മോഡ് എക്സ് പ്ലസ് √(x² + a²). നമ്മുടെ എക്സിൻ്റെ സ്ഥാനത്തുള്ളത് എക്സ് പ്ലസ് 1 ആണ്. നിങ്ങൾ ഈ ഡിനോമിനേറ്റർ അതുപോലെ എടുത്തിട്ട് കോപ്പി ചെയ്താൽ മതി. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ലോഗ് മോഡ് എക്സ് പ്ലസ് ക്വസ്റ്റ്യനിൽ എന്താണുള്ളത് അത്. ഓക്കെ, റൂട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും പാനിക് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്ക്വയർ കംപ്ലീഷൻ അപ്ലൈ ചെയ്യുക, ഏതാണോ ഫോമാറ്റ് ഫൈനൽ ആൻസറിലേക്ക് കൊടുക്കുക. ഇനി ബൈ ചാൻസ് നിങ്ങൾക്ക് എക്സ് സ്ക്വയറിൻ്റെ കോഷൻ ഇതുപോലെ നെഗറ്റീവ് വന്നു കരുതുക, അവിടെ നിങ്ങൾ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്യണമെന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. dx/√2x - x² എന്നാണ്. ഇതൊക്കെ ഡിനോമിനേറ്ററിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ മാത്രം വരുന്ന കേസല്ലേ. മൈനസ് ആദ്യം പുറത്തേക്ക് എടുക്കുക. അപ്പോൾ x² പോസിറ്റീവ് ആവും, 2x നെഗറ്റീവ് ആവും. ഇനി ആ മൈനസ് അവിടെ ഇരുന്നോട്ടെ. ഇനി ബ്രാക്കറ്റിനകത്താണ് മൊത്തം ചെയ്യുന്നത്. ഇതിനകത്ത് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാം. അപ്പോൾ എന്ത് വരും? x² - 2x + 1 - 1. സ്ക്വയർ കംപ്ലീഷന് വേണ്ടിയിട്ട് ചെയ്തതാണ്. മൈനസ് പുറത്തുണ്ട് കേട്ടോ, റൂട്ടിന് പുറത്ത് പോയിട്ടില്ല, അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് x - 1 ഹോൾ സ്ക്വയർ ആവും, -1 ആവും. ഇനി മൈനസ് ഉള്ളിലേക്ക് കൊടുത്താൽ എന്താവും? പിന്നെ തിരിച്ചുള്ളിലേക്ക് തന്നെ കൊടുക്കാം. അപ്പോൾ -1 എന്നുള്ള +1 ആവും, x - 1 ഹോൾ സ്ക്വയർ എന്നുള്ള മൈനസ്, അതായത് നേരെ തിരിച്ചെഴുതി 1 - x - 1 ഹോൾ സ്ക്വയർ. ഇത് നോക്കി നോക്കൂ, ഇതിപ്പോൾ എന്താ? dx/√(a² - x² എന്നുള്ള ഫോമാറ്റായി. √(a² - x² എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സൈൻ ഇൻവേഴ്സ് x/a ആയിരുന്നു അല്ലേ. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ സ്ഥാനത്ത് x - 1 /a എന്ന് പറഞ്ഞാൽ 1. സോ നമുക്ക് സിമ്പിളായിട്ട് സൈൻ ഇൻവേഴ്സ് x - 1 + c എന്ന് എഴുതാം. ഓക്കെ, ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്, ഇതും വന്നിട്ടുണ്ട്. അപ്പോൾ x² നെഗറ്റീവ് ആണ് കോഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, നെഗറ്റീവ് ഔട്ട് സൈഡ് എടുത്താൽ മതി. എന്നിട്ട് എല്ലാം ബ്രാക്കറ്റിനകത്ത് ചെയ്യുക, അത് ലാസ്റ്റ് നെഗറ്റീവ് ഉള്ളിലേക്ക് തന്നെ കൊടുക്കുക. ഇത് ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് തറവായിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെയൊക്കെ ഡയറക്റ്റ് 3 സ്ക്വയർ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടും. നോക്കി നോക്കൂ.